കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ക്ലേശത്തിൽ അകപ്പെട്ടു പോകാറുണ്ട് അല്ലേ? പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നിന്ദകളോ അപമാനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കർത്താവെ, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എങ്ങനെ ഞാൻ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമെന്ന് ചിന്തിച്ച് പകച്ചു നിൽക്കുന്ന ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ എന്താണ് അതിന് പരിഹാരം? ഒറ്റ പരിഹാരമേ ഉള്ളൂ, യേശുവിനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. യേശുവിനെ ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊന്നും വലിയ പ്രയാസം ഉള്ളതല്ല. എങ്ങനെയുള്ള യേശുവിനെ നമ്മൾ ധ്യാനിക്കണം? ഇതുപോലുള്ള പരീക്ഷ സഹിച്ചവനെ നിങ്ങൾ ധ്യാനിപ്പിനെന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ. എങ്ങനെയുള്ള? അതിന് മുമ്പിലത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, 2-ാം വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചോ? അപ്പോൾ എങ്ങനെയുള്ള കർത്താവിനെ ധ്യാനിക്കാൻ പറഞ്ഞത്? മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ അവൻ ഓർത്ത് ക്രൂശിനെ സഹിപ്പാൻ തക്കവണ്ണം ഇടവന്നു. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ ക്രൂശിൻ്റെ മുൻപിലും ഒരു സന്തോഷമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും ഗത്സമനയും പിലാത്തോസിൻ്റെ ഗബദ എന്ന കൽത്തളവും 39 അടിയും 3 അണിമേൽ യേശുവിനെ തറയ്ക്കുന്നതും കല്ലറയിൽ അകത്തേക്ക് വെക്കുന്നതുമൊക്കെയാണ് പലരുടെയും ചിന്ത. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ലേ? കഷ്ടത സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, ഒറ്റപ്പെട്ടു പോകുന്നില്ലേ, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തകൾ പലപ്പോഴും നമ്മളെ അലട്ടാറുണ്ട്. എന്നാൽ യേശു കർത്താവ് ഓർത്തത് ക്രൂശല്ല, 39 അടിയല്ല, ഗത്സമനയിൽ വെളിപ്പെട്ട പീഡയോ കഷ്ടതയോ അല്ല. പകരം അതിനപ്പുറത്ത് നിൽക്കുന്നൊരു വലിയ ഉയർപ്പ് യേശുവിൻ്റെ മുൻപിലുണ്ടെന്നുള്ള കാര്യം യേശു ഓർത്ത്. അതാണ് ആ സന്തോഷം എന്ന് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, എല്ലാ കഷ്ടതയുടെ പിൻപിലും ഒരു സന്തോഷം കിടപ്പുണ്ട് കേട്ടോ. ഇന്ന് നീ കഷ്ടത അനുഭവിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം നീ ഞങ്ങൾക്ക് അതിനെ മടക്കി തരണമേ എന്ന് തിരുവചനം പറയുന്നു. എൻ്റെ അർത്ഥം എന്നതാ? നീ ക്ലേശത്തിലായിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അനർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം മാറ്റിക്കൊണ്ടൊരു സന്തോഷത്തിൻ്റെ ദിവസം ദൈവം നമുക്ക് തരാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്നിൻ്റെ കഷ്ടതകൾ ഒരിക്കലും നമ്മൾ ഭാരമായി എടുക്കരുത്. പകരം ദൈവത്തിൽ ആശ്രയിച്ചാൽ ഇതിനെയൊക്കെ സന്തോഷമായി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതല്ലേ തിരുവചനം പറയുന്നത്? അല്ല, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഒരു കാലഘട്ടം മുഴുവൻ രാജാകൊട്ടാരത്തിൻ്റെ വാതിലിൻ്റെ കാവൽക്കാരനായിരുന്നവനാണ് മൊർദെഖായി. പ്രാർത്ഥനയോടെ ഇരുന്നു, അതിനെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞില്ല. അല്ല, സ്തോത്ര, ഹാമാനും കൂട്ടർ അവനെ കൊല്ലുവാൻ നോക്കുന്നു, യഹൂദ ജനത്തെ നശിപ്പിക്കാൻ നോക്കുന്നു. അപ്പോഴും പരാതികളില്ല. പ്രാർത്ഥനയോടെ ദൈവപ്രവർത്തിക്കായിട്ട് കാത്തിരിപ്പാൻ തക്കവണ്ണം ഇടവന്നു. എന്താ സ്തോത്രം മൊർദെഖായിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? കാലത്തിൻ്റെ പോക്കിൽ ദൈവ പദ്ധതി അവന് വേണ്ടി വെളിപ്പെട്ടു വരികയും വാതിലിലെ കാവൽക്കാരനായിരുന്ന മൊർദെഖായിയെ ആ രാജകൊട്ടാരത്തിൻ്റെ പ്രധാന സ്ഥാനത്തിലേക്കും ഹാമാൻ്റെ വീടിൻ്റെ ഉടമസ്ഥനാക്കി ദൈവം വെച്ചു. എന്താ കാരണം? പ്രാർത്ഥനയോടെ ആര് കാത്തിരുന്നു? സ്തോത്രം, മൊർദെഖായി കാത്തിരുന്നു. അതുകൊണ്ട് ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുക, യേശുവിനെ ധ്യാനിക്കുക. എല്ലാ കഷ്ടതയുടെ മുൻപിലും ഒരു സന്തോഷമുണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, തേജസ്സിനെ വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പലപ്പോഴും ഈ കഷ്ടങ്ങൾ പ്രയാസമാകുന്നതിൻ്റെ കാരണം തേജസ്സിനെ ഓർക്കുന്നില്ലെന്നുള്ളതാണ്. തേജസ്സിനെ ഓർത്തു കഴിഞ്ഞാൽ ഈ കഷ്ടങ്ങളൊന്നും സാരമല്ല. പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ദൈവപ്രവർത്തിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ അനുഗ്രഹിച്ചാണ്, ബലപ്പെടുത്തിയാണ്, ശക്തീകരിച്ചാണ്, എല്ലാവിധമാകുന്ന നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.